Hey everyone. സോ ഡേറ്റ അനാലിറ്റിക്സിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും കൂടുതൽ വരിക. സോ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് വഴിയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു നോവലാണ്. അതുപോലെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു മൂവിയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പൃഥ്വിരാജിൻ്റെ ഒരു മൂവി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോഴാണോ അതോ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു മൂവി കാണുന്ന സമയത്താണോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക? സോ ജസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ നോവൽ നമ്മൾ വായിക്കുമ്പം അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡായി ഒരു ഒറ്റ പേജിൽ നീളുന്ന തന്നെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു നോവൽ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അയാളുടെ കണ്ണിൻ്റെ നിറം, അയാളുടെ മുടിയുടെ നിറം, താടിയുടെ നിറം, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കൊരു ബുക്കിൽ ഒരു പേജിലായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ മൂവി തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു സ്ക്രീനിൽ അറ്റ് എ ടൈം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതിന് പകരം അതിനെ നമ്മൾ വിഷ്വലി നേരിട്ട് കാണുന്ന സമയത്ത് അത് വളരെ എഫക്റ്റീവാണ്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഡേറ്റ വിഷ്വലൈസേഷൻ്റെ കേസ് എന്ന് പറയുന്നത്. സോ ഒരു ഡേറ്റനെ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കിയിട്ട് എടുക്കുന്നതിന് പകരം ഒരു ഗ്രാഫൊക്കെ ആയിട്ട് ഇപ്പോൾ ബാർ ചാർട്ടോ അല്ലെങ്കിൽ കോളം ചാർട്ടോ അല്ലെങ്കിൽ ലൈൻ പോലെയുള്ള എന്തെങ്കിലും ചാർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അവിടുത്തെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. കാണാനും വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ പൈത്തണിലാണെന്നുണ്ടെങ്കിലും പവർ ബി ഐയിലാണെന്നുണ്ടെങ്കിലും ടാബ്ലോയിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നതെല്ലാം നമുക്ക് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസാണ്. സോ വിഷ്വലൈസേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പൈത്തൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തണിൽ ഒരുപാട് വിഷ്വലൈസേഷൻ ലൈബ്രറീസ് അവൈലബിൾ ആണ്. ലൈക്ക് മാത്പ്ലോട്ട്ലിബ് ഉപയോഗിച്ച് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായി പറ്റും. പിന്നെ സീബോൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ലൈബ്രറി ഉണ്ട്. അതുപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ അത് പൈത്തൺ വഴി ചെയ്യുന്നു. ആൻഡ് ഓൾസോ അതുകൂടാതെ നമുക്ക് പാൻഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട് പൈത്തണിൽ. സോ പാൻഡാസ് എന്ന് പറയുന്നത് ഡേറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഗ്രാഫുകൾ വരയ്ക്കാൻ പറ്റുന്ന കപ്പാസിറ്റി പാൻഡാസിന് ഇപ്പം അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് പൈത്തൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി പവർ ബി ഐയുടെ കേസ് നോക്കാം. പവർ ബി ഐ എന്ന് പറയുന്നത് എന്താ? ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. സോ ഈ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാം. സോ പവർ ബി ഐയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാഫ്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒരുപാടുണ്ട്. സോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ പവർ ബി ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സോ ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു IPLൻ്റെ ആ ഒരു സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് പെർഫോമർ ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഇങ്ങനെ ടേബിൾ സ്ട്രക്ചറിൽ ഒന്നും എഴുതിയിടേണ്ട കാര്യമില്ല. നമുക്കതിനെ വിഷ്വലൈസേഷൻ വഴി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഡേറ്റയെ ഒന്ന് ലോഡ് ചെയ്തെടുക്കണം. സോ ഡേറ്റയെ ലോഡ് ചെയ്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സോ പൈത്തൻ്റെ കേസിലാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അഗൈൻ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. പവർ ബി ഐയുടെ കേസിലാണെങ്കിൽ പവർ ബി ഐ ഒരു ടൂളാണ്, എക്സൽ പോലെ തന്നെ ഒരു ടൂളാണ്. സോ എക്സലിലാണെന്നുണ്ടെങ്കിലും പവർ ബി ഐയിലാണെന്നുണ്ടെങ്കിലും പവർ ക്വരി എഡിറ്റർ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഡേറ്റയെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ക്ലീനിങ് കഴിഞ്ഞ് അഡീഷണലി നമുക്ക് എന്തെങ്കിലും അഡീഷണൽ കോളം വേണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു IPL ഡേറ്റയിൽ ഉള്ള കോളംസ് എന്ന് പറയുന്നത് മേ ബി ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടായിരിക്കാം, ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടായിരിക്കാം, പിന്നെ ഹൈ സ്കോർ, സ്ട്രൈക്ക് റേറ്റ്, അങ്ങനെ ഒരുപാട് കോളംസ് ഉണ്ട്. സോ ഈ കോളംസ് മാത്രമല്ലാതെ എനിക്ക് അഡീഷണലി എന്തെങ്കിലും ഒരു കോളം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അവിടെ പോസിബിൾ ആണ്. സോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പവർ ബി ഐയിൽ ഒരുപാട് ടൂൾസ് അല്ല, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ലൈക്ക് മെഷേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റഡ് കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്
വിഷ്വലൈസേഷനിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ ആവശ്യമുള്ള ഡേറ്റകളെല്ലാം പ്രിപ്പയർ ചെയ്തെടുത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള കോളംസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ്. സോ പവർ ബി ഐയുടെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിപ്പോർട്ട്സും ഡാഷ്ബോർഡ്സും ഒക്കെ നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ഗുഡ് ലുക്ക് ആൻഡ് ഫീൽ, ലൈക്ക് ഒരു UI UX പോലെ തന്നെ നമുക്കത് കാണിക്കാനായിട്ട് പറ്റും. സോ അത് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓരോ ഇയർ വൈസ് ആയിട്ടുള്ള വിന്നേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ട് ഓരോ ടീംസും എത്ര റൺസ് എടുത്തു, അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫിൽറ്റേഴ്സും സ്ലൈസേഴ്സും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടൂളിൽ ഇടാനായിട്ട് പറ്റും. ഇനി പവർ ബി ഐ പോലെ തന്നെ മറ്റുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൈത്തണിലുള്ള ലൈബ്രറീസ് ഉപയോഗിക്കാം. പിന്നെ ടാബ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുണ്ട്. പിന്നെ എക്സൽ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായി പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ഓൺലൈൻ ടൂൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റാ സ്ക്യൂറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് അത് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ സോഹോ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് പെയ്ഡ് വേർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിഷ്വലൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഡേറ്റ അനാലിറ്റിക്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഓരോ ബിസിനസ്സുകളെയും അവരുടെ സക്സസ്സിന് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഓരോ ഡേറ്റയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് വിഷ്വലൈസേഷൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. താങ്ക് യു. എൻട്രിയുടെ എഡ്യൂഫെസ്റ്റ് 2025 ഭാഗമായി എൻട്രിയിലെ AI ഇൻ്റഗ്രേറ്റഡ് കോഡിംഗ് കോഴ്സുകൾ വളരെയധികം പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. സോ എഡ്യൂഫെസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യൂ.